ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നു മുതൽ പൗരസ്ത്യ സഭകളെല്ലാം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. കൈതക്കോഴി സെൻറ് തോമസ് മാർത്തോമ യുവനസഖ്യമായി ഈ 50 ദിവസങ്ങളിലും ചെറിയ ധ്യാനങ്ങളുമായി വിശ്വാസ സമൂഹത്തിലേക്ക് ഇന്നു മുതൽ എത്തുകയാണ്. ശുഭ്കോന എന്ന അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയോടുകൂടിയാണ് ഇന്ന് ആദ്യ ദിവസം നാം ആരംഭിച്ചത്. ആരോടെങ്കിലും നാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും നാം കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും നാം നിരാശയിലോ പ്രയാസത്തിലോ ഇരിക്കുന്നുവെങ്കിൽ അവരോട് ക്ഷമയാചിച്ച് അനുരഞ്ജനപ്പെട്ട് ഈ ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നു. മനസ്താപം, പശ്ചാത്താപം, അനുരഞ്ജനം എന്നിങ്ങനെ ഈ വകയെല്ലാം നോമ്പിൻ്റെ ഉപവാസ പ്രാർത്ഥനകളായി മാറണം. ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ അത് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായവും യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായവുമാണ്. അതിൽ നാം കാണുന്നു, മറ്റുള്ളവരോട് നാം ക്ഷമിക്കണം. 70 വട്ടം ക്ഷമിക്കണമെന്ന് കർത്താവ് തമ്പുരാൻ അരുളി ചെയ്യുന്നു. ക്ഷമയോടും അനുരഞ്ജനത്തോടും കൂടി ഈ നോമ്പിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. രണ്ടാമതായി, അത് നമ്മെ തന്നെ ത്യജിക്കുന്നതിനുള്ള അനുഭവമാണ്. നോമ്പ് കേവലം മാംസാഹാരങ്ങൾ വർജിക്കുന്നത് മാത്രമല്ല, രുചി വെടിഞ്ഞ് രുചി പകരുന്ന അനുഭവമാണ്. നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മറ്റുള്ളവന് വേണ്ടി കൂടി മാറ്റിവെക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മെ ഇടയാക്കണം. നാം കുറയുകയും മറ്റുള്ളവൻ വളരുകയും ചെയ്യുന്ന അനുഭവമാണ് നോമ്പിൻ്റെ വിളി. നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ യാഗമായി തീർന്നതിന് അപ്പുറമുള്ള ഒരു സമർപ്പണം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ദൈവത്തെ പോലെ നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കാൻ തക്കവണ്ണം ഇടയാകണം. മൂന്നാമതായി, നോമ്പ് അനുഭവം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ന് നാം വായിച്ചു കേട്ട എവൻഗേലിയോൻ കാനാവിലെ കല്യാണ വിരുന്നാണ്. പച്ചവെള്ളത്തെ പുതുവീഞ്ഞാക്കി മാറ്റിയ ദൈവത്തിൻ്റെ അത്ഭുതം. പച്ചവെള്ളമായിരുന്നതിനെ വീര്യം കൂടിയ വീഞ്ഞാക്കി മാറ്റി അവിടെയുള്ളവർക്ക് വിളമ്പാൻ തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്തു. രൂപാന്തരമാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മെ നല്ല പുതുവീഞ്ഞാക്കി മാറ്റുവാൻ തക്കവണ്ണം ഈ നോമ്പുകാലം അനുവദിക്കണമെന്നുള്ള പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരണം. പച്ചവെള്ളത്തിൻ്റെ അനുഭവത്തിലായിരിക്കാം നാം നിൽക്കുന്നത്, എന്നാൽ മറ്റുള്ളവന് രുചി പകരുന്ന അനുഭവം നമ്മിൽ നിന്ന് ഉണ്ടാകണമെന്ന് ആ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ 50 ദിവസത്തെ നമ്മുടെ ചെറുധ്യാനങ്ങൾ നിങ്ങളെ രൂപാന്തരത്തിലേക്ക് നയിക്കട്ടെ, നമ്മെ അനുരഞ്ജനത്തിലേക്ക് വഴി നടത്തട്ടെ. ദൈവഹിതം നമ്മിൽ നിറവേറ്റപ്പെടട്ടെ. ഈ 50 ദിവസവും നാം ചെയ്യുന്നതായ ഈ നോമ്പ് ധ്യാനങ്ങളിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.